ഇല്ല, ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുന്നു, ഇതിനെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സിൽവർ ലൈനിനെ പോലുള്ളൊരു അബദ്ധം കൊണ്ടുവരരുത്. കേരളത്തിൽ അതിവേഗ റെയിൽപാത വേണം. സിൽവർ ലൈൻ എന്ന് പറയുന്നത് ഒരു DPR തട്ടിക്കൂട്ടിയ DPR ആയിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അത് കേരളത്തിൽ വലിയ എൻവയോൺമെന്റ് ഇമ്പാക്ട്, പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമായിരുന്നു. അത് കേരളത്തെ സാമ്പത്തികമായി തകർക്കുമായിരുന്നു. 100 കോടി രൂപ അതിനുവേണ്ടി ബജറ്റിൽ നിന്ന് ചെലവാക്കി. അത് പോയി, ആ 100 കോടി പോയി, അതിനുവേണ്ടി ചെലവാക്കിയത്. എന്നിട്ടിപ്പോൾ പോവാൻ നേരത്ത് പുതിയ പദ്ധതി കൊണ്ടുവരുമെന്ന് പറയാം. വെറുതെ പറയാമല്ലോ, പോണ വഴിക്ക് ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന്. ഒരു ഐഡിയ ഇല്ല. അതിനുവേണ്ടി ഒരു പഠനവും നടത്താതെ ഒരു കാര്യവും ചെയ്യാതെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊന്നിനെ എല്ലാത്തിനെയും എതിർക്കാൻ. ഇന്നലെ വ്യവസായ മന്ത്രി എന്നെ വിമർശിച്ചു. അതായത് റെയിലിനെ എതിർത്ത ആളുകൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ സ്വാഗതം ചെയ്തു. ഞങ്ങൾ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി, അവരല്ലേ റെയിൽവേ വകുപ്പ്, അവരൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ നമ്മൾ എന്തിനാ എതിർക്കണത്? അത് കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ സവിശേഷത സാഹചര്യങ്ങൾ പരിഗണിച്ച് പാരിസ്ഥിതിക പ്രത്യാഘാതമോ ഒന്നുമില്ലാതെ അവർ കൊണ്ടുവന്ന് ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യും. കേന്ദ്ര റെയിൽവേ വകുപ്പ് കൂടി ഭരിക്കുന്ന കേന്ദ്രം ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ വേണ്ടാന്ന് പറയണ എന്തിനാ? വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നാലും വേണ്ടെന്ന് പറയില്ല. പക്ഷേ ഇപ്പൊ ഇന്നത്തെ പ്രഖ്യാപനം എന്ത് പ്രാരംഭ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നുമില്ല. ചുമ്മാ പോണ വഴിക്ക് ഒരു ബജറ്റിൽ ഒരു അനൗൺസ്മെന്റ്, ഞങ്ങൾ കൊണ്ടുവരും റെയിലൊന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയല്ല, തിരിച്ചു വരൂലെന്ന് അറിയാലോ. ഇവര് വിട്ടാലും വെക്കില്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം റിജക്ട് ചെയ്തു. അത് കേരളത്തിന് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ റെയിൽ വരില്ല എന്ന് പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞു റെയിൽ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ കളിയാക്കി. അവസാനം റെയിൽ വരില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു. ഇന്നലെ പറഞ്ഞത് ഇത് വേറെ പ്രോജക്റ്റാന്ന് പറയുന്നത്, RRTS അല്ലേ? ആ പ്രോജക്റ്റിന് വേണ്ടി ഒരു പ്രാരംഭ പഠനം പോലും കേരളത്തിൽ നടന്നിട്ടില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് എതിർത്തത്? 300 കിലോമീറ്റർ ദൂരം, 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ്, 200 കിലോമീറ്റർ ദൂരത്തിൽ 2 സൈഡിലും 10 അടി പൊക്കത്തിലുള്ള മതില്. കേരളത്തിന്റെ ജോഗ്രഫി എന്താ? സ്ലോപ്പാണ്. മഴ പെയ്ത അപ്പ വെള്ളം നിറയുന്ന സ്ഥലത്താണിത്. വരെ ആ മതിലിന്റെ ഒക്കെ ഇടയിൽ മഴക്കാലം വന്നാൽ ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കായിരുന്നു. അത് വന്നിരുന്നെങ്കിൽ ആ സ്ഥിതിയാണ്. അത് പ്രാക്ടിക്കൽ അല്ലെന്ന് ആർക്കറിയാൻ പാടില്ലാത്തത്. അതൊരു ഹരിയാനയിലെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയെ കൊണ്ട് ഉണ്ടാക്കിച്ചാണത് DPR. അത് എല്ലാവരും റിജക്ട് ചെയ്തു. അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ വികസന വിരോധികളായി ചിത്രീകരിച്ചു. ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്? അല്ലല്ലോ, പ്രാക്ടിക്കൽ അല്ല അത്. ഞങ്ങൾ വിശദമായ പഠനം, റെയിൽവേ എക്സ്പേർട്സ്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ് എല്ലാവരുമായിട്ട് UDF വിശദമായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് തന്നു. എല്ലാ ഘടകകക്ഷികളും അത് ചർച്ച ചെയ്ത് UDF ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തിട്ടാണ് അത് പ്രായോഗികമല്ല എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമായല്ലോ. ഞങ്ങളുടെ നിലപാട് സർക്കാർ, 2 സർക്കാരുകൾ ശരിവെച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ശരിവെച്ചു. ആ പ്രോജക്റ്റ് അല്ലല്ലോ ഇപ്പൊ കൊണ്ടുവരാൻ പോകുന്നത്. ബജറ്റിൽ പറഞ്ഞത് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ഇന്നലത്തെ പ്രഖ്യാപനവും ഇന്നത്തെ പ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ ഇതിലുള്ള മുമ്പുള്ള പ്രഖ്യാപനമൊക്കെ പരസ്പര വിരുദ്ധം. ഇതൊരു സ്റ്റേറ്റ്മെന്റായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മളൊരു പ്രാരംഭ പഠനം പോലും നടത്താതെ അതിവേഗ റെയിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോണ പോക്കിൽ എന്താ പറയാൻ വയ്യാത്ത? ആറ്റിങ്കരയിൽ വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാക്കുന്നു വരെ പറയാമല്ലോ. തോട്ടിങ്കരയിൽ, ആറ്റിങ്കരയിൽ